കേരള കോൺഗ്രസ് ഇവിടെ തന്നെ കാണും, ഇനിയും മത്സരിക്കും. ഇത് അവസാനത്തെ ഇലക്ഷൻ അല്ല, പിന്നെ അത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു കള്ളത്തരത്തിൽ പരാജയം ഔദ്യോഗികമായി പരാജയപ്പെട്ടു, ശരിയാണ് സംഭവിച്ചു. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ നാണക്കേടുണ്ട് എന്ന്. ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് കാര്യേറെ അമ്പലത്തിനോട് BJP-കാർ സ്വീകരണം കൊടുത്തു. ഇത് ആരുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്? UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്, ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. ഇവിടെ 2020 വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഡീലിനുള്ള പരിപാടിയാണ് എന്ന് നമുക്കറിയായിരുന്നു. കാരണം 2020 ഇവിടെ 15 പേര് പോലും മൊത്തം അംഗസംഖ്യയില്ല. 16 നിയമമണ്ഡലത്തിൽ 15 പേര് പോലും ഇല്ല. അവർ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. അവർ BJP-ആയിട്ട് അലയൻസ് വന്നപ്പോൾ അവരവരെ പാട്ടിന് പോവുകയും ചെയ്തു. ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ പരാജയപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പരാജയം ജനവിധി നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നടന്നൊരു വലിയ ഡീലാണ്. ചാത്തന്നൂരും പത്തനാപുരം കൂടി വെച്ചുള്ള BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ്. വളരെ വ്യക്തമാണ്. അതിൻ്റെ ഏത് രേഖകളും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങൾ തരാനും തയ്യാറാണ്. കാരണം പട്ടാഴിയിൽ ഉദാഹരണമായി പറയുന്നത്, പട്ടാഴിയിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അരുണിന് കിട്ടിയത് 2500 വോട്ടാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. പക്ഷേ 2500 വോട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 8 വാർഡിലായിട്ട് അദ്ദേഹം നേടിയത്. പക്ഷേ അതേ പട്ടാഴി പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ BJP-ക്ക് 600 ചില്ലാൻ വോട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ 4 വാർഡ് മെമ്പർമാരുള്ള ആ പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ BJP-ക്കുണ്ട്. അവിടെ 300 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷം BJP-ക്കുള്ളൂ. പിടവൂർ വാർഡ് തലൂർ പഞ്ചായത്തിൽ പിടവൂരിലേക്ക് വരുമ്പോൾ ആ വാർഡിലെ മെമ്പർ BJP-യുടെ മെമ്പറാണ്. ആ വാർഡിൽ 2 വോട്ടാണ് BJP-ക്ക്, 2 വോട്ട്. ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് NDA സ്ഥാനാർത്ഥിക്ക് 2 വോട്ട്. അതുപോലെ ചെങ്ങമനാട് മേലിലെ പഞ്ചായത്തിലേക്ക് പോയാൽ ചെങ്ങമനാട് എത്തുമ്പോഴേക്കും 240 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പിടിച്ചത്. ഇപ്പം വെറും 51 ചേത്തടി വാർഡിൽ 51 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുക. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടെ LDF-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ട്. ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJP-ക്ക് വോട്ടില്ല. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച ജയിച്ച പാർലമെൻറ്റ് ഇലക്ഷനിൽ 18,000 വോട്ട് BJP നേടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് BJP നേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ, 7,030 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. BJP-യുടെ ബാക്കി വോട്ട് മുഴുവൻ UDF-ന് കൊടുത്തു. UDF-ന് കൊടുത്തുകൊണ്ടാണ് 7,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത്. കാരണം ഒരു 8,000-ലധികം, ഏറ്റവും കുറഞ്ഞത് 8,000-ലധികം വോട്ട് BJP കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ BJP-യുടെ വോട്ടോടുകൂടി 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പട്ടാഴി പഞ്ചായത്തിൽ തന്നെ. തലൂർ പഞ്ചായത്തിൽ 2,500 വോട്ട് നേടി ദിൽജു എന്നൊരു സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. അദ്ദേഹം ജയിച്ചില്ല. എങ്കിൽ പോലും അവിടെ 30 വോട്ടാണ് ബാക്കി. 30 വോട്ട് എങ്ങോട്ട് പോയി? അപ്പം
ബാഹുലേന്റെ വാർഡിൽ പോലും വോട്ടില്ല. അതെ, BJP പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ ബാഹുലേന്റെ വാർഡിൽ, പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പോലും വോട്ടില്ല. ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്, കച്ചവടം, ഡീലാണ്. ചടയമംഗലത്തെ ഡീലാണ്. ചടയമംഗലത്ത് BJP വോട്ട് കോൺഗ്രസിന് കൊടുത്തു. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, കേരളത്തിൽ ജയിച്ച 3 BJP സീറ്റുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു 6 സ്ഥലത്തെങ്കിലും കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ചാത്തന്നൂരിന് ബദലായിട്ടുള്ള ഒരു ഡീലായിരിക്കാം പത്തനാപുരത്ത് നടന്നതെന്ന് വളരെ വ്യക്തമാണ്. പത്തനാപുരത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്, LDFന് കിട്ടിയ വോട്ടെല്ലാം അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞാണോ കിട്ടിയതുകൊണ്ട്. പക്ഷേ BJP കിട്ടിയ വോട്ട് കോൺഗ്രസിന് പോയപ്പോൾ കോൺഗ്രസിന് ലാഭമായി. അങ്ങനെയാണല്ലോ കോൺഗ്രസ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ BJPയുടെ വോട്ട് നേരെ ഡയറക്റ്റായിട്ട് കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ പട്ടാഴി പഞ്ചായത്തിലെ പല വാർഡുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് 1-ാമതെത്തിയും BJP 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. BJP 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത് വളരെ ദയനീയമായ വോട്ടിനാണ്. 240 വോട്ട് കിട്ടിയ സ്ഥലത്ത് 51 വോട്ടിലേക്ക് പോവുക ചേത്തടി വാർഡിൽ. അത് മേല പഞ്ചായത്തിലുണ്ട്, വെട്ടിക്കോല പഞ്ചായത്തിലുണ്ട്, പുറവന്തൂർ പഞ്ചായത്തിലുണ്ട്, വിളക്കുടി പഞ്ചായത്തിലുണ്ട്, എല്ലാ സ്ഥലത്തും. മാത്രമല്ല ഇവിടെ ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് കാര്യാർ അമ്പലത്തിനോട് BJPക്കാർ സ്വീകരണം കൊടുത്തു. ഇത് ആരുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്? UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്, ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ LDFും BJPയും തമ്മിലല്ല ഡീലുണ്ടായിരുന്നു. ഡീല് വളരെ വ്യക്തമാണ്. ഡീൽ ഇവിടെ കാണാം, വളരെ പ്രകടമായി കാണാം, പല സ്ഥലത്തും പരിശോധിക്കാം. പക്ഷേ പത്തനാപുരത്തെ സംബന്ധിച്ച് ഞാനൊരു സാമ്പിൾ എന്ന നിലയിൽ ചില വാർഡുകൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. മീനം എന്ന വാർഡിലൊക്കെ 30 വോട്ട് താഴെ ഉള്ളൂ. BJP മെമ്പർമാരുള്ള വാർഡുകളിൽ BJP 3-ാം സ്ഥാനത്താണ്. ആ BJPയുടെ വോട്ടുകൾ അങ്ങനെ തന്നെ RSSകാരുടെ, എനിക്ക് തോന്നുന്നു 7000 വോട്ട് കിട്ടിയെന്ന് പറയുന്നത് RSSകാരുടെ വോട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ BJPക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വോട്ട് മുഴുവൻ മറിച്ചിരിക്കുന്നു. അത് സമ്പത്താണോ പണമാണോ അതോ ഈ പറഞ്ഞ ചടയമംഗലം, കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ തുടങ്ങിയ സ്ഥലത്ത് ഡീലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഡീലുണ്ടായിരുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. BJPക്ക് വോട്ട് ഷെയർ നമ്മൾ സംസ്ഥാന തലത്തിൽ എടുത്ത് നോക്കിയാൽ BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞു. 3 MLAമാരെ കിട്ടിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് ഷെയർ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. ആ വല്ലാതെ കുറഞ്ഞതിൻ്റെ ഭാഗമാണ് ഇവിടെ എങ്ങനെ പോയാലും 15000 വോട്ട്, 13 മുതൽ 15000 വോട്ട് വരെ ഒരു അസംബ്ലി ഇലക്ഷനിൽ BJP NDA സ്ഥാനാർത്ഥി പിടിക്കേണ്ടതാണ്. പക്ഷേ 7030 വോട്ടേ പിടിച്ചു. അതിൻ്റെ അർത്ഥം അത് മുഴുവൻ UDF സ്ഥാനാർത്ഥി കൊടുത്ത് LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം. 3 സീറ്റ് കിട്ടിയപ്പോൾ LDFനെ അധികാരത്തിൽ മാറ്റി നിർത്തണം. കാരണം LDF BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നുള്ളതുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം. അപകടകരമായ നിലയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിരിക്കുന്നു. അത് വളരെ വ്യക്തമാണ്. അത് ആർക്കും കണക്കെടുത്ത് പരിശോധിക്കാം. ഏത് സാധാരണക്കാരനും ഈ പത്തനാപുരത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കാം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വന്ന എൻ്റെ നേരത്തെയുള്ള അസംബ്ലി ഇലക്ഷൻ, ഈ 4 ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ BJPയുടെ വോട്ട് വ്യാപകമായി കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇതിലൂടെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 2020 വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഡീലിനുള്ള പരിപാടിയാണ് എന്ന് നമുക്കറിയായിരുന്നു. കാരണം 2020ക്ക് ഇവിടെ 15 പേര് പോലും മൊത്തം അംഗസംഖ്യയില്ല. പത്തനാപുരം നിയമമണ്ഡലത്തിൽ 15 പേര് പോലും ഇല്ല. അവർ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. അവർ BJPയായിട്ട് അലയൻസ് വന്നപ്പോൾ അവരവരെ പാട്ടിന് പോയി. ഇവിടെ ചാർജ് ഇവിടെ ആർക്കായിരുന്നു BJPയുടെ ചാർജ്? അഞ്ചലിൽ നിന്ന് ഇവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച, അതായത് അദ്ദേഹത്തിൻ്റെ വാർഡിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് അഞ്ചൽ. അവിടെ നിന്ന് ജയിച്ച പഞ്ചായത്ത് മെമ്പർ, BJP പഞ്ചായത്ത് മെമ്പർക്കായിരുന്നു ഇവിടുത്തെ ചാർജ്. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഡീൽ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നേരത്തെ നടത്തിയ ഡീലാണ്. പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചെങ്കിൽ അത് BJPയായിട്ടുള്ള ഡീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചു എന്ന് എൻ്റെ അടുത്ത് കണ്ണൻ ഒരു ദിവസം ചോദിച്ചു മാതൃഭൂമിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല, പക്ഷേ പടക്കം വാങ്ങിച്ചു വെച്ചതിൻ്റെ കാര്യം BJP വോട്ടുകൾ മറിഞ്ഞു കിട്ടി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഒരു നെറികെട്ട രാഷ്ട്രീയമാണ്. ഇവിടെ മതേതരത്തിന് വേണ്ടി വാദിക്കുകയും മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാട് അത് പൊളിച്ചു കാണിക്കപ്പെടുന്ന ഒരു റിസൾട്ടാണ് പത്തനാപുരത്ത് വന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു കള്ളത്തരത്തിൽ പരാജയം ഔദ്യോഗികമായി പരാജയപ്പെട്ടു, ശരിയാണ് സംഭവിച്ചു. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ നാണക്കേടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാം. അതൊന്നും ഇല്ലാതാവില്ല. കേരള കോൺഗ്രസ് ഇവിടെ തന്നെ കാണും, ഇനിയും മത്സരിക്കും. ഇത് അവസാനത്തെ ഇലക്ഷൻ അല്ല. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ RSPക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് MLA ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ മാറിയും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇത് ചതി.
ഇത് ഡീലിനാണ് പറ്റിയത്. ഡീലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കേരള കോൺഗ്രസ് ഈ ഒരു MLA കൊണ്ട് നിൽക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഞങ്ങൾക്ക് ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അത് നിലനിർത്തും. പിന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് മുനിസിപ്പൽ വൈസ് ചെയർമാനുണ്ട്, ഇതെല്ലാം ഉണ്ട്, കൗൺസിലർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും ആഗ്രഹിക്കേണ്ട, അതൊന്നും നടക്കത്തില്ല. നമ്മളെവിടെയും വീട്ടിൽ പോകില്ല, നമ്മളിവിടെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല, പത്തനാപുരത്ത് തന്നെ ഉണ്ട്.